മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയതോടെ ഗാസയിലേക്ക് തിരിച്ചെത്തുകയാണ് ആയിരങ്ങൾ. കാൽനടയായും വാഹനങ്ങളിലായും ജനം താമസ മേഖലകളിലേക്ക് തിരികെ എത്തുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ ആകെ തകർന്ന ഗാസയിൽ വീണ്ടും ജീവിതം കരപിടിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് തിരികെ എത്തുന്നത്. അതേസമയം ധാരണ പ്രകാരമുള്ള ബന്ദികളുടെ കൈമാറ്റം തിങ്കളാഴ്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗാസയിൽ ഭൂരിഭാഗം കെട്ടിടങ്ങളും തകർന്ന് വാസയോഗ്യമല്ലാത്ത നിലയിലാണ്. എങ്ങും തകർന്ന അവശിഷ്ടങ്ങളും കോൺക്രീറ്റ് കൂമ്പാരവുമാണ്. അതേസമയം ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിത്തുടങ്ങും. ഞായറാഴ്ച മുതൽ കൂടുതൽ സഹായ വാഹനങ്ങൾ കടത്തിവിടാൻ ഇസ്രായേൽ അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ജീവിച്ചിരിക്കുന്നുവെന്ന് കരുതുന്ന 20 ബന്ദികളെയും കൊല്ലപ്പെട്ട 28 ബന്ദികളുടെ ശരീരവുമാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറേണ്ടത്. പകരം ഇസ്രായേലി ജയിലിൽ കഴിയുന്ന പലസ്തീനുകളെ മോചിപ്പിക്കും. നാളെ ഈജിപ്തിൽ അന്തിമ സമാധാന കരാർ ഒപ്പുവയ്ക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൂടാതെ UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമറും ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം തിങ്കളാഴ്ച രാവിലെ പ്രസിഡന്റ് ട്രംപ് ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ ഹമാസ് ഗാസയിൽ നിന്ന് ബന്ദികളെ മോചിപ്പിച്ച ശേഷം അവരെ സ്വാഗതം ചെയ്യാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് NBCയുടെ മീറ്റ് ദി പ്രസിനോട് വ്യക്തമാക്കി. അവരെ മോചിപ്പിക്കുന്ന നിമിഷം കൃത്യമായി പറയാൻ കഴിയില്ല, പക്ഷേ ഞങ്ങൾക്ക് എല്ലാ പ്രതീക്ഷയുമുണ്ട്. അദ്ദേഹം ബന്ദികളെ സ്വാഗതം ചെയ്യുമെന്നും വാൻസ് പറയുന്നു. എന്നാൽ നമ്മുടെ എല്ലാ ബന്ദികളുടെയും മോചനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ടെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മുടെ ബന്ദികളെ സ്വീകരിക്കാൻ ശനിയാഴ്ച രാത്രി മുതൽ ഇസ്രായേൽ തയ്യാറാണെന്നും അവർ പറയുന്നു. 2 വർഷം മുൻപ് തന്നെ ഹമാസിന് ബന്ദികളെ മോചിപ്പിക്കാമായിരുന്നുവെന്നും ബെഡ്രോസിയൻ കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച പുലർച്ചെ 20 ജീവനുള്ള ബന്ദികളെ റെഡ് ക്രോസിന് വിട്ടുകൊടുക്കുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പിന്നീട് അവരെ അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് മാറ്റുമെന്നും റെയിം സൈനിക താവളത്തിലേക്ക് കൊണ്ടുപോകുമെന്നും അവർ പറയുന്നു. മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലി പതാകകൾ കൊണ്ട് പൊതിഞ്ഞ് ശവപ്പെട്ടികളിൽ സൂക്ഷിക്കുകയും തിരിച്ചറിയലിനായി ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് ഇസ്രായേൽ വക്താവ് വ്യക്തമാക്കിയത്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ബന്ദികളാക്കിയവരുടെ കുടുംബങ്ങൾക്കിടയിൽ നിന്നും ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു. ബാക്കിയുള്ള 48 ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനായി ഇസ്രായേൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ബന്ദികളുടെ കുടുംബങ്ങൾക്കും മരിച്ചവർക്കും ഞങ്ങൾ ഒപ്പമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ബന്ദികളെയെല്ലാം മോചിപ്പിക്കേണ്ട പൂർണ്ണ ബാധ്യത ഹമാസിനുണ്ടെന്നും അവരെയെല്ലാം മോചിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഇസ്രായേൽ സൂക്ഷ്മമായി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഹെർസോഗ് കൂട്ടിച്ചേർത്തു. ട്രംപിനെ പരാമർശിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രസിഡന്റ് പറയുന്നത് തന്റെ അമേരിക്കൻ എതിരാളിയെ ഒരു കൂട്ടം ഇസ്രായേലികൾ നന്ദിയോടെയും സൗഹൃദത്തോടെയും സ്വീകരിക്കുമെന്നാണ്. ബന്ദികളെ തിരികെ കൊണ്ടുവരാനുള്ള US പ്രസിഡന്റിന്റെ നേതൃത്വത്തെ ഇസ്രായേലികൾ അഭിനന്ദിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.